ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാൾക്ക് ശേഷം ഇരിഞ്ഞാലക്കുടയിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് റെസ്റ്റോറന്റ് ആയ റിലാക്സ് സിഗ്നേച്ചറിൽ വീണ്ടും വന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാ സൺഡേസും വെറും 150 രൂപയ്ക്ക് നല്ല കിഡിലൻ അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ കിട്ടുന്നത് എത്ര പേർക്ക് അറിയാം? ഞാനിവിടെ വന്നിട്ടുള്ളത് മറ്റൊരു സ്പെഷ്യൽ സംഭവത്തിനാണ്. ഇന്ന് മുതൽ ഇവിടെ ഒരു കിഡിലൻ അൺലിമിറ്റഡ് ലഞ്ച് ബുഫേയും കൂടി ആരംഭിക്കുകയാണ്. 30+ വെറൈറ്റീസ് അടങ്ങുന്ന ഈ ഒരു ബുഫേക്ക് വരുന്ന റേറ്റ് ആണിത്. എല്ലാ സൺഡേസും 12:30 PM to 3 PM വരെയാണ് ഇതിന്റെ സമയം വരുന്നത്. ഇനി നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യണമെങ്കിൽ ഈ 2 നമ്പറിലേക്ക് വിളിച്ച് പറഞ്ഞാൽ മതി. അപ്പൊ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലത്തെ ഇവരുടെ പാർട്ടി സ്പേസിലാണ്. ഏകദേശം 30-35 പേർക്ക് ഒരേ സമയത്ത് ഇരുന്ന് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ആയിട്ടാണ് ഇവരുടെ വിശാലമായ വെൽ ലിറ്റ് പാർട്ടി സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ട്, സൂപ്സ് ഉണ്ട്, സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, പിന്നെ ഈ കാണുന്നതാണ് ഇവരുടെ മെയിൻ ഡിഷസ് ആയിട്ട് വരുന്നത്. ഇത് കൂടാതെ പിക്കിൾസ്, റൈത്ത, പപ്പടം, സാലഡ്, പിന്നെ അപ്പുറത്തെ സൈഡിൽ ടേബിളിൽ കുറച്ച് സെലക്റ്റീവ് ഡെസേർട്സും വരുന്നുണ്ട്. അപ്പോൾ വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് വരുന്നത് ഇവരുടെ നല്ല ഫ്രഷ്ലി മെയ്ഡ് വാട്ടർമെലൺ ജ്യൂസും മിന്റ് ലൈം ജ്യൂസുമാണ്. പിന്നെ 2 ഫ്ലേവേഴ്സിലുള്ള സൂപ്സ് വരുന്നുണ്ട്. ആദ്യത്തേത് ഇവരുടെ സിഗ്നേച്ചർ ആട്ടിങ്കാൽ സൂപ്പാണ്, അടുത്തത് ഇവരുടെ ഒരു സ്വീറ്റ് കോൺ സൂപ്പാണ്. പിന്നെ മെയിൻ ഡിഷസിലേക്ക് യൂസ് ചെയ്യുന്ന 3 തരം ഡിപ്സോ സോസസോ വരുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ടർ ആയിട്ട് ഇവരുടെ ഈ ടെംപ്റ്റിംഗ് ഹണി ഗ്ലേസ് ചിക്കൻ ആണ് വരുന്നത്. അപ്പൊ ഇനിയെല്ലാം അങ്ങോട്ട് വരുന്നത് ഇവരുടെ മെയിൻ ഡിഷസ് ആണ്. നല്ല ചൂട് കോയിൻ പൊറോട്ടയുണ്ട്, അതിലേക്ക് നല്ലൊരു കിഡിലൻ കോമ്പിനേഷൻ ആയിട്ട് ഇവരുടെ ആവി പറക്കുന്ന മട്ടൺ സ്റ്റൂ ഉണ്ട്. അടുത്ത മെയിൻ ഡിഷ് ഇവരുടെ സിഗ്നേച്ചർ ചിക്കൻ ദം ബിരിയാണിയാണ്. ചിക്കൻ മസാലയുടെ ചൂടും ഫ്രഷ്നെസ്സും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈസും ചിക്കനും സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അടുത്തത് ഇവരുടെ റിച്ച് ക്വാളിറ്റിയിലുള്ള ഒരു കളർഫുൾ ഫ്രൈഡ് റൈസ് ആണ്. അതിലേക്ക് ആപ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ഇവരുടെ ഒരു ടെംപ്റ്റിംഗ് ചിക്കൻ മഞ്ചൂരിയൻ ഡിഷാണ്. ഇനി നല്ല നാടൻ ഊണ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതിനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ബോയിൽഡ് റൈസിന്റെ കൂടെ നല്ല കിഡിലൻ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഇവരുടെ മറ്റൊരു സിഗ്നേച്ചർ ഡിഷായ പ്രോൺസ് മാംഗോ കറിയാണ്. ഇത് കാണുമ്പോൾ തന്നെ വായിൽ നിന്നും വെള്ളം ഊറുന്നുണ്ട്. മെയിൻ ഡിഷസിൽ ഈ 4 ഐറ്റംസ് കൂടാതെ ഇവർക്ക് നെയ്ച്ചോറിന്റെ ഒരു കിഡിലൻ ഓപ്ഷനും വരുന്നുണ്ട്. അപ്പൊ അതിന് ആപ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് വെച്ചിരിക്കുന്നത് ഇവരുടെ ഒരു കിഡിലൻ ബീഫ് റോസ്റ്റ് ആണ്. ഇത് കൂടാതെ നല്ലൊരു ദാൽ കറിയും വരുന്നുണ്ട്. ചോറിന്റെ കൂടെ കഴിക്കാൻ കറി കൂടാതെ നല്ല കാളൻ വരുന്നുണ്ട്, ക്യാബേജ് തോരൻ വരുന്നുണ്ട്, പിന്നെ നല്ലൊരു അവിയലും വരുന്നുണ്ട്. പപ്പടത്തിന്റെ ചെറിയ സ്ട്രിപ്സ് വരുന്നുണ്ട്. 2 തരം അച്ചാറാണെന്ന് തോന്നുന്നു. ബിരിയാണിയിലേക്കുള്ള റൈത്ത, കച്ചമ്പർ അല്ലെങ്കിൽ സർലാസ് വരുന്നുണ്ട്. പിന്നെ 3 തരം സാലഡ്സ് വരുന്നുണ്ട്. ഒരു ഫ്രഷ് ഗ്രീൻ വെജിറ്റബിൾ സാലഡ് വരുന്നുണ്ട്, പൈനാപ്പിൾ സാലഡ് വരുന്നുണ്ട്, പിന്നെ റോ മാംഗോ സാലഡും വരുന്നുണ്ട്. പിന്നെ ഡെസേർട്സ് ആയിട്ട് ഗുലാബ് ജാമുൻ വരുന്നുണ്ട്, ഫ്രൂട്ട് സലാഡ് വരുന്നുണ്ട്, അതിന്റെ കൂടെ ഐസ്ക്രീമും കിട്ടും, പിന്നെ ഒരു പായസവും വരുന്നുണ്ട്. അപ്പൊ ഇനി അധികം വൈകാതെ നമുക്ക് നേരെ ഇവരുടെ ബുഫയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇവരുടെ വെൽക്കം ഡ്രിങ്കിലാണ് തുടങ്ങിയത്. വാട്ടർമെലൺ ജ്യൂസ് വളരെ റിഫ്രഷിംഗ് ആയി തോന്നി. ഇനി ഇത് താല്പര്യമില്ലാത്തവർക്ക് ഇവരുടെ മറ്റൊരു ഫ്ലേവറായ മിന്റ് ലൈം ജ്യൂസും ട്രൈ ചെയ്യാവുന്നതാണ്. രണ്ടും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ആണ്. സാധാരണ ബുഫയ്ക്ക് പോയാൽ സൂപ്പ് കുടിക്കാറില്ല, കാരണം സൂപ്പ് കുടിച്ചാൽ കഴിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ പ്രേക്ഷകർക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ട്രൈ ചെയ്തത് ഇവരുടെ സിഗ്നേച്ചർ ആട്ടിങ്കാൽ സൂപ്പാണ്. ഞാൻ അത് മുമ്പ് കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫ്ലേവറാണ്. ഒരു പെപ്പർ ഫ്ലേവറിലുള്ള ഒരു ഹെർബൽ ആൻഡ് മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു സൂപ്പാണ്. ഇത് കൂടാതെ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഇവർക്ക് വരുന്നത് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ്. ഞാൻ കരുതിയത് സ്വീറ്റ് കോൺ വെജ് സൂപ്പ് ആയിരിക്കുമെന്നാണ്. മധുരം ലേശം കൂടിപ്പോയെന്നൊരു സംശയം. നല്ല തിക് ചൈനീസ് സൂപ്പ് ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ആകെ ഒരു ഐറ്റം ഉണ്ടായത് ഇവരുടെ ടെംപ്റ്റിംഗ് ഹണി ഗ്ലേസ് ചിക്കൻ ആണ്. ചൈനീസ് സ്റ്റാർട്ടേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്, അതുകൊണ്ട് തന്നെ കുറച്ചധികം പീസസ് എടുത്തിട്ടാണ് വന്നത്. മിക്ക സ്ഥലത്തും ബോൺലെസ് ഹണി ഗ്ലേസ് ചിക്കൻ ആണ് കഴിച്ചിട്ടുള്ളത്. ഇവിടെ ഉള്ളതിൽ ബോൺ ഉണ്ട്, പക്ഷെ എന്തിരുന്നാലും ടേസ്റ്റ് അടിപൊളിയായിരുന്നു. മെയിൻ ഡിഷസിൽ ആദ്യം തുടങ്ങിയത് ഇവരുടെ പൊറോട്ടയിൽ നിന്നാണ്. അധികം ചൂടാറുന്നതിന് മുമ്പ് കഴിക്കാം എന്ന് വിചാരിച്ചു 2 പൊറോട്ടയും പിന്നെ ഇവരുടെ ആ ഒരു ടെംപ്റ്റിംഗ് ആവി പറക്കുന്ന മട്ടൺ സ്റ്റൂ ആണ് എടുത്തത്. നല്ലൊരു ക്രീമി കറി പോലെയാണ് ഫീൽ ചെയ്തത്. മട്ടനൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ പൊറോട്ടയും മട്ടനും കൂട്ടി പിടിപിടിച്ച് നോക്കാം. ഒരു രക്ഷയില്ല, നല്ല കിഡിലൻ സംഭവം. ആ ക്രീമി മട്ടൺ സ്റ്റൂ തന്നെയാണ് താരം. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് ഇവിടെ ഒരുപാട് പ്രാവശ്യം വന്ന് കഴിച്ചിട്ടുള്ള ഇവരുടെ ആ സിഗ്നേച്ചർ ചിക്കൻ ദം ബിരിയാണിയാണ്. ഇതിലേക്ക് 2 പിക്കിൾസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഇത് ഇവരുടെ ആ സ്ട്രോങ് ലെമൺ പിക്കിളാണ്. അടുത്തത് ഡേറ്റ്സ് പിക്കിളാണെന്ന് വിചാരിച്ച് ടേസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത് ഇവരുടെ പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചമ്പുളിയാണെന്ന്. ഇവരുടെ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിൽ നല്ല ഫ്ലേവർസം മസാലയാണെന്ന്. ചിക്കൻ എല്ലിൽ നിന്നും ഊരിപ്പോന്നു, അത്രയ്ക്കും നല്ല ദം കുക്ക്ഡ് ബിരിയാണിയാണ്. കുറച്ച് ചിക്കനും റൈത്തയും ആ ഇഞ്ചമ്പുളിയും പപ്പടം കൂട്ടി കുഴച്ചൊരു പിടി പിടിച്ച് നോക്കാം. നല്ല കിടിലൻ ബിരിയാണി. നിങ്ങളൊരു ബിരിയാണി ലവർ ആണെങ്കിൽ അൺലിമിറ്റഡ് ബിരിയാണി വിത്ത് ചിക്കൻ കഴിക്കാനുള്ള ഒരു ചാൻസ് ആണ്. പിന്നെ മെയിൻ ഡിഷസിൽ നിന്നും ഒരു ചെറിയ ബ്രേക്ക് എടുക്കാനായിട്ട് ഇവരുടെ സാലഡ്സ് ആണ് ട്രൈ ചെയ്തത്. ഗാർഡൻ ഫ്രഷ് സാലഡ് നല്ല ലെമണും വിനീഗറൊക്കെ ഇട്ടിട്ടുള്ള മാരിനേഷൻ ആയിരുന്നു. ഇനി നമുക്ക് അടുത്തത് ഇവരുടെ ഹണി മിന്റ് ആൻഡ് ചാട്ട് മസാല ഒക്കെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ആ പൈനാപ്പിൾ സാലഡ് ഒന്ന് കഴിച്ചു നോക്കാം. എക്സ്ട്രാ സ്വീറ്റ് ആണെങ്കിലും ആ ഒരു കമ്പൈൻഡ് ഫ്ലേവർ ഒരു വേറിട്ട ഒരു ടേസ്റ്റ് ആയിരുന്നു. അടുത്തത് നമുക്ക് ഇവരുടെ റോ മാംഗോ സാലഡും കൂടി ഒന്ന് കഴിച്ചു നോക്കാം. ഇത് കണ്ടിട്ട് നല്ല സ്പൈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സ്കൂൾ സമയത്ത് മുളക് പൊടിയും പച്ചമാങ്ങയും കൂട്ടി കഴിച്ച ആ ഒരു ഫീലിംഗ് ആണ് കിട്ടിയത്. അടുത്ത് നമ്മൾ ട്രൈ ചെയ്തത് ഇവരുടെ ആ കളർഫുൾ ഫ്രൈഡ് റൈസും പിന്നെ അതിലേക്കുള്ള ടെംപ്റ്റിംഗ് ചിക്കൻ മഞ്ചൂരിയനാണ്. കുറച്ചധികം പീസ് ഇട്ടു, ബോൺലെസ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത്. പക്ഷെ ഇതിലും ബോൺ ഉണ്ട്. അപ്പൊ നമുക്ക് അതും ആ ഫ്രൈഡ് റൈസും കൂട്ടി കഴിച്ചു നോക്കാം. നല്ല പെർഫെക്റ്റ് കോമ്പിനേഷൻ. ചൈനീസ് ഫുഡ് ലവേഴ്സിന് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി ബിരിയാണി ഹെവി ആയിട്ട് തോന്നുന്നവർക്ക് ഇവരുടെ നല്ലൊരു ഗീ റൈസ് ഉണ്ട്. അതിലേക്കുള്ള കോമ്പിനേഷൻ ആയിട്ട് ഈ കിഡിലൻ ബീഫ് റോസ്റ്റും നല്ലൊരു ദാൽ കറിയും വരുന്നുണ്ട്. കുറച്ച് ഇഞ്ചമ്പുളിയും പപ്പടം എടുത്തിട്ടുണ്ട്. ബീഫൊക്കെ നന്നായി വെന്ത ബീഫാണ്. അപ്പൊ നമുക്ക് കുറച്ച് ബീഫും കുറച്ച് പരിപ്പ് കറിയും പപ്പടവും ഇഞ്ചമ്പുളിയും കൂട്ടി ഇതെല്ലാം കൂടി ഒരു പിടി പിടിച്ച് നോക്കാം. നല്ല കിഡിലൻ കോമ്പിനേഷൻ. ഈ ബീഫ് റോസ്റ്റിന്റെ കൂടെ പൊറോട്ട കൂട്ടി കഴിച്ചാലും സൂപ്പർ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഊണോ അല്ലെങ്കിൽ മീൽസ് ആണ് ഇഷ്ടമെങ്കിൽ അതിനും ഒരു നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. നല്ല കുത്തിരിച്ചോറും അതിന്റെ കൂടെ കൂട്ടി കഴിക്കാൻ ഇവരുടെ സിഗ്നേച്ചർ പ്രോൺസ് മാംഗോ കറി, അവിയലും തോരനും കാളനും പിന്നെ ഇതിന്റെ കൂടെ അച്ചാറും പപ്പടവും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ചെമ്മീനും കുറച്ച് തോരനും പിന്നെ കുറച്ച് കാളനും പിന്നെ അവരുടെ അവിയലിൽ നിന്നും കുറച്ചെടുത്ത് അതിലേക്ക് കുറച്ച് പപ്പടം പൊട്ടിച്ച് ആ ഇഞ്ചമ്പുളി കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കിഡിലൻ ഊണ് വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന അതേ നാച്ചുറൽ ടേസ്റ്റ് ആണ്. മെയിൻ ഡിഷസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അധികം കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ നേരെ ഡെസേർട്ടിലേക്ക് പോയി. ആദ്യം കുടിച്ചത് അവരുടെ പായസമാണ്, ഗോതമ്പ് പായസമാണ്. സേമിയ ആണെങ്കിൽ പൊളിച്ചേനെ. പിന്നെ ഇവരുടെ നോർമൽ ഫ്രൂട്ട് സാലഡും അതിന്റെ കൂടെ വാനില ഐസ്ക്രീമും ഗുലാബ് ജാമുനും ആണ്. അപ്പൊ ഗുലാബ് ജാമുനും ഐസ്ക്രീമും കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പൊ ഇന്നത്തെ ഒരു നാടൻ ഹോംലി ബുഫേ ലഞ്ച് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. സത്യത്തിൽ ഇവരുടെ സ്റ്റാർട്ടേഴ്സും പിന്നെ അതേപോലെ പൊറോട്ട ബീഫും കൂട്ടി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. സാധാരണ ബുഫേയിൽ സ്റ്റാർട്ടേഴ്സിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യാറ്. അതുകൊണ്ട് കുറച്ചധികം കഴിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ മെയിൻ ഡിഷസിൽ ഒരുപാട് ചോയ്സസ് ഉള്ളത് കൊണ്ട് സത്യം പറയാലോ വയറ് പെട്ടെന്ന് നിറഞ്ഞു. അപ്പൊ ഇവരുടെ സൺഡേ ലഞ്ച് ബുഫയ്ക്ക് വരുന്ന റേറ്റ് ആണിത്. ഇത് കൂടാതെ നിങ്ങൾ രാവിലെ ഇതിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ഇവർക്കൊരു അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഓപ്ഷനും ഉണ്ട്. ശരിക്കും ആകെക്കൂടി ഒരു ഹോംലി ബുഫേ കഴിച്ച പോലെ ഒരു ഫീൽ ആയിരുന്നു. അപ്പൊ ഇനി സൺഡേസ് ഒരു ചേഞ്ചിനായിട്ട് നിങ്ങൾക്ക് നല്ല അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ച് ബുഫയോ കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. നല്ലൊരു പെർഫെക്റ്റ് ഫാമിലി ആംബിയൻസ് ഉള്ള റെസ്റ്റോറന്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലിയായി വന്ന് ഇവിടെ കഴിച്ചു നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.